ഗുഡ് മോർണിംഗ്, വെൽക്കം ടു +1 പൊളിറ്റിക്സ് ക്ലാസ്. ഇന്ന് നമ്മൾ 4ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. കാര്യനിർവഹണ വിഭാഗം. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഗവൺമെൻറ്റിന് 3 പ്രധാന വിഭാഗങ്ങൾ, ഓർഗനുകളാണുള്ളത് എന്ന് പറഞ്ഞിരുന്നു. അതിലൊന്ന് കാര്യനിർവഹണ വിഭാഗം, രണ്ടാമത്തേത് നിയമനിർമ്മാണ വിഭാഗം, മൂന്നാമത്തേതാണ് നീതിന്യായ വിഭാഗം. ഇതിൽ നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ് എന്താണ്. ഒരു ഗവൺമെൻറ് പ്രവർത്തിക്കുമ്പോൾ 3 വിഭാഗങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന വിഭാഗം, നിയമം നിർമ്മിക്കുന്ന വിഭാഗം, അതിനെയാണ് നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയാം. നിർമ്മിച്ച നിയമങ്ങൾ നടപ്പാക്കുന്ന വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. മൂന്നാമത്തേതാണ് നീതിന്യായ വിഭാഗം. ഈ 3 ഘടകങ്ങൾക്കും അവരുടേതായ അധികാരങ്ങൾ ഭരണഘടന വിഭജിച്ച് നൽകിയിട്ടുണ്ട്. ഇവ 3ഉം അധികാരമനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യം വിജയകരമാവുന്നത്. ഇവ 3ഉം പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പ്രവർത്തിച്ചാൽ ജനങ്ങൾക്ക് അവകാശങ്ങൾ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാവും. ഈ പാഠഭാഗത്തിൽ നമ്മൾ പ്രധാനമായും പഠിക്കാൻ പോകുന്നത് എന്താണ് ഒരു കാര്യനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞാൽ, പാർലമെൻ്ററി എക്സിക്യൂട്ടീവും പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവും തമ്മിലുള്ള വ്യത്യാസം എന്ത്, ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ഭരണഘടനാപരമായ സ്ഥാനം എന്താണ്, മന്ത്രിസഭയുടെ ഘടനയും പ്രവർത്തനങ്ങളും കൂടാതെ പ്രധാനമന്ത്രി പദവിയുടെ പ്രാധാന്യവും, അവസാനമായി ഉദ്യോഗസ്ഥ സംവിധാനം അഥവാ സിവിൽ സർവീസസിൻ്റെ പ്രവർത്തനങ്ങളും പ്രാധാന്യവും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ടുഡേ വി ആർ ഡിസ്കസിങ് 4th യൂണിറ്റ് എക്സിക്യൂട്ടീവ്. ലാസ്റ്റ് ക്ലാസ്സസ് വി understand that the organs of government are legislature, executive and judiciary. These 3 organs of government should function with coordination. The constitution and forms of government vary from country to country. However, there are striking similarities between constitution and forms of government. The relations between executive and legislature vary from system to system. For example, in parliamentary system, the executive and legislature are independent. Legislature controls the executive. The executive controls and influences the legislature. But in presidential system, executive is not controlled by legislature. The executive is not accountable to the legislature. In this chapter, we are discussing about what is executive, then distinguish differences between the parliamentary and presidential executive, then understand the constitutional position of the President of India, and then aware about the composition and function of the Council of Ministers and the importance of the Prime Minister, and understand the importance and functions of the administrative machinery. ആദ്യം നമുക്ക് എന്താണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പരിശോധിക്കാം. ഇപ്പം നമ്മളൊരു സ്ഥാപനം, വീട്, ഒരു ഷോപ്പ് എന്തെടുത്ത് നോക്കിയാലും അവിടെയൊക്കെ നമുക്ക് കാണാം പല തട്ടുകളിലായിട്ട് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ചില ആളുകളുണ്ടാവും, അത് നടപ്പാക്കാൻ മറ്റ് ചില ആളുകളുണ്ടാവും. അപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, ഏതൊരു സ്ഥാപനം അല്ലെങ്കിൽ പ്രദേശം അല്ലെങ്കിൽ ഒരു രാജ്യം, അവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുന്നതിന് ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്ന ഒരാളെയോ ഒരു കൂട്ടം ആളുകളെയോ വിളിക്കുന്ന പേരാണ് കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ്. അവരെടുക്കുന്ന തീരുമാനങ്ങൾ താഴെത്തട്ടിലേക്ക്
എത്തിക്കുക എന്നുള്ളതും അവരുടെ ജോലി തന്നെയാണ്. അപ്പം കാര്യനിർവഹണ വിഭാഗത്തിലെ ആളുകൾ പ്രധാനമായും 2 ജോലികൾ നിർവഹിക്കുന്നുണ്ട്. ഒന്ന് അവർ തീരുമാനങ്ങൾ എടുക്കുന്നു, മറ്റൊന്ന് അവരത് നടപ്പാക്കുന്നതിലേക്ക് അതിനെ എത്തിക്കുന്നു. കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത് നിയമനിർമ്മാണ സഭ പാസ്സാക്കിയ നിയമങ്ങളും നയങ്ങളും നടപ്പിലാക്കുവാൻ ഉത്തരവാദപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഒരു ശാഖയായാണ് കാര്യനിർവഹണ വിഭാഗം പ്രവർത്തിക്കുന്നത്. ഈ കാര്യനിർവഹണ വിഭാഗം പല രാജ്യങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ചില രാജ്യങ്ങളിൽ പ്രസിഡൻറ്റ് എന്ന് പറയും, ചില രാജ്യങ്ങളിൽ ചാൻസലർ എന്നാണ് പറയുക, ചില രാജ്യങ്ങളിൽ പ്രധാനമന്ത്രി എന്ന് പറയും, പല പേരുകളിൽ അറിയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള വിവിധതരം എക്സിക്യൂട്ടീവുകളെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചുമാണ് ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത്. വാട്ട് ഈസ് എക്സിക്യൂട്ടീവ്? ടു റൺ any organization, school, college, hospital, business institutions, etc., certain decisions have to be taken and implemented. This may be done by a person or a group of persons. They are known as executive. The day-to-day functions of an institution depend upon this persons. In a government also, the rules and regulations are formulated by one institution and implemented by another. In a democracy, the rules, laws and regulations are formulated by the legislature. The executive implements them in practice. The heads of government and ministers are the political executive. In this chapter, we are discussing about different types of executive and their features. ആദ്യം നമുക്ക് ഏതെല്ലാമാണ് വിവിധ തരത്തിലുള്ള കാര്യനിർവഹണ വിഭാഗങ്ങളെന്ന് പരിശോധിക്കാം. പ്രധാനമായും 3 തരത്തിലുള്ള കാര്യനിർവഹണ വിഭാഗങ്ങളാണുള്ളത്. അമേരിക്കയിൽ പ്രസിഡൻറ്റ്, ബ്രിട്ടനിൽ രാജ്ഞി, ഇന്ത്യയിൽ പ്രസിഡൻറ്റ്. അമേരിക്കയിലെ പ്രസിഡൻറ്റിൻ്റെയും ഇന്ത്യയിലെ പ്രസിഡൻറ്റിൻ്റെയും അധികാരങ്ങളും പ്രവർത്തനങ്ങളും വ്യത്യാസമുണ്ട്. ബ്രിട്ടനിലെ രാജ്ഞിയും നേപ്പാളിലെ നേരത്തെ ഉണ്ടായിരുന്ന രാജാവും അവരുടെ അധികാരങ്ങളും വ്യത്യാസമുണ്ട്. ഇന്ത്യക്കും ഫ്രാൻസിനും പ്രധാനമന്ത്രിമാരാണ്, അവരുടെ കാര്യത്തിലും വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പറയാം, അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ് നിലനിൽക്കുന്നത്, അധികാരങ്ങൾ പ്രസിഡൻറ്റിൻ്റെ കയ്യിലാണ്. കാനഡയിൽ രാജഭരണത്തോടു കൂടിയ പാർലമെൻറ്റാണുള്ളത്. ബ്രിട്ടനിൽ രാജഭരണത്തോടൊപ്പം പ്രധാനമന്ത്രിയുമാണുള്ളത്. ഫ്രാൻസിൽ അവിടെ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും അടങ്ങിയ ഒരു അർദ്ധ ഭരണ സമ്പ്രദായമാണുള്ളത്. റഷ്യയിൽ അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണുള്ളത്. ഇങ്ങനെ വിവിധ രാജ്യങ്ങളിൽ വിവിധ തരത്തിലുള്ള സംവിധാനമാണുള്ളത്. പ്രധാനമായും നമുക്ക് എക്സിക്യൂട്ടീവ് സമ്പ്രദായത്തെ 3ആയി തിരിക്കാം. പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്, പാർലമെൻ്ററി എക്സിക്യൂട്ടീവ്, അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്. ഓരോന്നും നമുക്ക് എന്താണ് എന്ന് പരിശോധിക്കാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സിക്യൂട്ടീവ്? എവറി കൺട്രി മേ നോട്ട് ഹാവ് ദ സെയിം ടൈപ്പ് ഓഫ് എക്സിക്യൂട്ടീവ്. The powers of the President of the USA and the Queen of England are different from the powers of the President of India. The powers of the Queen of England are different from the power of the King of Nepal. The Prime Minister of India and France have different roles. In the presidential system, the President is the executive. In the parliamentary system, the Cabinet, the Prime Minister and the Council of Ministers are the executive. In presidential and parliamentary systems, there are variations in different countries. In a Canadian parliament democracy, the Prime Minister is the head of the government and the Queen is the formal chief of the state. In the Indian parliamentary democracy, the Prime Minister is the head of the government and the President is the head of the state. In Japanese parliamentary democracy, the Prime Minister is the head of government while the Emperor is the head of state. In the presidential system, the President is very powerful. He is the head of the state and head of government. The American presidential system is an example. Apart from USA,
Many countries in Latin America like Brazil have presidential system. Mainly there are three important executive systems. First one, presidential system. Second one, parliamentary system. Third one, semi-presidential executive. ആദ്യം നമുക്ക് പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്താണ് എന്ന് പരിശോധിക്കാം. പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡൻ്റാണ് രാഷ്ട്രത്തലവനും യഥാർത്ഥ ഭരണാധികാരിയും. തത്വത്തിലും പ്രയോഗത്തിലും പ്രസിഡൻറ്റിന് വ്യാപകമായ അധികാരങ്ങളുണ്ട്. പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിന് ഏറ്റവും നല്ല ഉദാഹരണം അമേരിക്കൻ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ്. ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡൻ്റാണ്. ഇവിടെ ഇപ്പം പുതിയ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രസീലിലും ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളിലുമൊക്കെ ഇത്തരം സംവിധാനമുണ്ട്. പ്രധാനമായും 7 പ്രത്യേകതകൾ നമുക്ക് പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ കാണാം. 1, രാഷ്ട്രത്തിൻ്റെ തലവനായ പ്രസിഡൻ്റ് തന്നെയായിരിക്കും അവിടെ യഥാർത്ഥ ഭരണാധികാരി. 2, അവിടെയുള്ള ജനങ്ങൾ തിരഞ്ഞെടുത്ത നിയമനിർമ്മാണ സഭ പിരിച്ചുവിടാൻ പ്രസിഡൻറ്റിന് അധികാരമുണ്ടായിരിക്കില്ല. 3, പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലെ മന്ത്രിമാർ പ്രസിഡൻറ്റിൻ്റെ കീഴുദ്യോഗസ്ഥരെ പോലെയാണ്, അല്ലെങ്കിൽ അവർ കീഴുദ്യോഗസ്ഥരാണ്. 4, അധികാര വികേന്ദ്രീകരണമാണ് അതിൻ്റെ അടിസ്ഥാനം. 5, പ്രസിഡൻറ്റിന് നിയമനിർമ്മാണ സഭയോട് യാതൊരുവിധ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കില്ല. 6, പ്രസിഡൻറ്റ് നിർമ്മാണ സഭയിൽ അംഗമായിരിക്കില്ല. 7, നിശ്ചിത കാലയളവിലേക്കാണോ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഇതൊക്കെ ഒരു പ്രസിഡൻഷ്യൽ സംവിധാനത്തിൻ്റെ പ്രത്യേകതകളാണ്. അമേരിക്കയിൽ ഇന്ന് നിലനിൽക്കുന്നത് പ്രസിഡൻഷ്യൽ സംവിധാനമാണ്. അവിടുത്തെ ഭരണത്തിൻ്റെ പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഫീച്ചേഴ്സ് ഓഫ് പ്രസിഡൻഷ്യൽ സിസ്റ്റം. ഇൻ എ പ്രസിഡൻഷ്യൽ സിസ്റ്റം, the president is very powerful. He is the head of the state and head of government. The American presidential system is an example. Apart from the USA, many countries in Latin America like Brazil have presidential system. There are 7 important features of a presidential system. First one, in the presidential system, the head of the state is the real executive, that is the president. The president is the head of the state and he is the real executive. Second one, the president cannot dissolve the legislature, house of the people's representative. Third one, in a presidential system, ministers are the subordinates of the president. Fourth one, the presidential system based on the theory of separation of power. Fifth one, the president is not responsible to the legislature. Sixth one, the president is not a member of the legislature. Last one, the president is elected for a fixed term. These are the features of presidential system. These are the features of a American executive system. Then പാർലമെൻ്ററി എക്സിക്യൂട്ടീവിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പാർലമെൻ്ററി വ്യവസ്ഥയിൽ 2 തലവന്മാരുണ്ടായിരിക്കും, പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും. രാഷ്ട്രത്തിൻ്റെ തലവൻ രാഷ്ട്രപതിയാണ്, എന്നാൽ ഗവൺമെൻറ്റിൻ്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയിലിപ്പോൾ രാഷ്ട്രപതിയായിട്ട് രാംനാഥ് കോവിന്ദ് ഉണ്ട്, പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിയും ഉണ്ട്. ചില രാജ്യങ്ങളിൽ ഇത് പ്രസിഡൻറ്റിന് പകരം അവിടെ രാജാവോ രാജ്ഞിയോ ഒക്കെ ആവുന്ന രീതിയുമുണ്ട്. ഇവിടെ പ്രസിഡൻറ്റിൻ്റെ പദവി എന്ന് പറയുന്നത് ഒരു നാമമാത്ര അധികാരി മാത്രമായിരിക്കും. കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയും ക്യാബിനറ്റുമാണ്. ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, UK, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിൽ, ഇന്ത്യയിലും ഈ വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇനി പാർലമെൻ്ററി സമ്പ്രദായത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. പ്രധാനമായും 6 പ്രത്യേകതകൾ. പ്രധാനമന്ത്രിയായിരിക്കും ആ രാജ്യത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന യഥാർത്ഥ തലവൻ. അവിടെ നാമമാത്രവും യഥാർത്ഥവുമായ എക്സിക്യൂട്ടീവ് ഉണ്ട്. നാമമാത്ര തലവനായിട്ട് രാഷ്ട്രപതിയുമുണ്ട്, യഥാർത്ഥ തലവനായിട്ട് പ്രധാനമന്ത്രി ഉണ്ടായിരിക്കും.
മറ്റൊന്ന് കെട്ടുറപ്പാണ്. ഭരണതലത്തിൽ പ്രധാനമന്ത്രിയുടെ തീരുമാനത്തിന് താഴെ എല്ലാ മന്ത്രിമാരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളതാണ്. രഹസ്യ സ്വഭാവം. തീരുമാനങ്ങളെടുക്കുന്നത് ഈ മന്ത്രിമാർ ആരും പ്രധാനമന്ത്രിയും മാത്രമേ അറിയുന്നുള്ളൂ. കൂട്ടുത്തരവാദിത്വം. എല്ലാ മന്ത്രിമാർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുത്തരവാദിത്വമാണുള്ളത്. രാഷ്ട്രീയ സജാതീയത. എല്ലാ മന്ത്രിമാരും പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയുമൊക്കെ ഒരേ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ളവരായിരിക്കും എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഇന്ത്യ പോലുള്ള പാർലമെൻ്ററി ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ പ്രത്യേകത. ഫീച്ചേഴ്സ് ഓഫ് പാർലമെൻ്ററി സിസ്റ്റം. ഇൻ പാർലമെൻ്ററി സിസ്റ്റം there is a prime minister and a president. The president is a ceremonial or nominal head of the state. Real powers is vested in the prime minister. India is an example. England, Germany, Italy, Japan also follows this system. Features of a parliamentary system. There are 6 features. One is titular or nominal and real executive. Nominal executive is president and real executive is prime minister. Then second one, leadership of the prime minister. In a parliamentary system, the government led by the prime minister. Secrecy. Secrecy is the one of important feature of parliamentary system. Then political homogeneity. All members are elected from in a particular political party. Then collective responsibility. Ministers and prime minister and the ministers are collectively responsible. Then solidarity. Then Ardha presidential sampradayam. Ardha presidential executive. Ardha presidential വ്യവസ്ഥയിൽ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ഉണ്ടാവും. പാർലമെൻ്ററി വ്യവസ്ഥയിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം പ്രസിഡൻറ്റിനും ചില അധികാരങ്ങളുണ്ട് എന്നുള്ളതാണ്. പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ഒരേ പാർട്ടിയിലെ അംഗങ്ങളാവുകയാണ് ഇത്തരം വ്യവസ്ഥയിൽ സാധാരണ കണ്ടുവരാറ്. തിരിച്ചുള്ളതുമുണ്ട്. ഫ്രാൻസ്, റഷ്യ, ശ്രീലങ്കയൊക്കെയാണ് ഇത്തരം വ്യവസ്ഥകളുള്ളത്. 78 ശ്രീലങ്ക ഇത്തരം ഒരു ഭരണത്തിലേക്ക് മാറുന്നത്. അവിടെ പ്രസിഡൻറ്റിന് വിപുലമായ അധികാരങ്ങളാണ് നൽകിയിട്ടുള്ളത്. പ്രസിഡൻ്റാണ് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്. പാർലമെൻറ്റിലെ അംഗങ്ങളായ പ്രസിഡൻറ്റിനും പ്രധാനമന്ത്രിയേക്കും അവരൊക്കെ നീക്കം ചെയ്യാനുള്ള അധികാരം പ്രസിഡൻറ്റിനായിരിക്കും. 6 വർഷത്തേക്കാണ് ശ്രീലങ്കയിൽ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ അവിടെ ഒരു പുതിയ ഭരണഘടനാ ഭേദഗതി വന്ന് പ്രസിഡൻറ്റിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന ഒരു വ്യവസ്ഥ നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയിൽ ഇപ്പം പാസ്സാക്കിയെടുത്തിട്ടുണ്ട്. ദെൻ semi-presidential system. There are semi-presidential system in which both the prime ministers and presidents have powers. France, Russia and Sri Lanka have semi-presidential system. Here is it possible that the president and the prime minister may belong to different political parties. Semi-presidential executive in Sri Lanka. The constitution of Sri Lanka was amended in 1978. The system of executive was introduced. People directly elect the president. The president and prime minister may belong to different political parties. The president has vast powers. President chooses the prime minister from the party that has majority in parliament. President has power to remove the prime minister. The president is the head of the state, the commander-in-chief of armed force and head of government. The president is elected for a term of 6 years. He cannot be removed except by the resolution passed in a parliament at least 2/3 majority of the members. If passed by not less than one half of the members and the speaker thinks the allegation merits inquire the speaker. In an amendment of constitution in Sri Lanka, now the president get more powers in Sri Lanka. പാർലമെൻ്ററി സമ്പ്രദായവും പ്രസിഡൻഷ്യൽ സമ്പ്രദായവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഈ പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന വ്യത്യാസങ്ങൾ. പാർലമെൻ്ററി വ്യവസ്ഥയിൽ നാമമാത്ര ഭരണത്തലവൻ
രാഷ്ട്രത്തിൻ്റെ നേതൃത്വം വഹിക്കുന്നത് അയാൾ യഥാർത്ഥ അധികാരം ഉണ്ടായിരിക്കുകയില്ല. അതായത് പ്രസിഡൻറ്റിന് യഥാർത്ഥ അധികാരം ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ പ്രസിഡൻഷ്യൽ സംവിധാനത്തിലേക്ക് വരുമ്പം അവിടെ യഥാർത്ഥ തലവനും രാഷ്ട്രത്തിൻ്റെ തലവനുമെല്ലാം പ്രസിഡൻ്റാണ്. രണ്ടാമത്തെ വ്യത്യാസം, പിന്നെ പാർലമെൻ്ററി വ്യവസ്ഥയിൽ കാര്യനിർവഹണ വിഭാഗത്തിന് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തമുണ്ട്. കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ കാലാവധി നിശ്ചയിക്കുന്നത് തന്നെ നിയമനിർമ്മാണ സഭയാണ്. പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കുമൊക്കെ പാർലമെൻറ്റിനോട് ഉത്തരവാദിത്തമുണ്ട്. പാർലമെൻറ്റിൽ ഭൂരിപക്ഷമുണ്ടെങ്കിൽ മാത്രമേ പ്രധാനമന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാനാവൂ. എന്നാൽ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ നേരിട്ടാണ്. അവിടെ അദ്ദേഹം നിയമനിർമ്മാണ സഭയോട് അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ല. മൂന്നാമത്തത്, പാർലമെൻ്ററി വ്യവസ്ഥയിൽ മന്ത്രിമാർക്ക് നിയമനിർമ്മാണ സഭയോട് കൂട്ടുത്തരവാദിത്തമുണ്ട്. പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിലാവട്ടെ മന്ത്രിമാർ പ്രസിഡൻറ്റിൻ്റെ കീഴുദ്യോഗസ്ഥരാണ്. നാലാമത്തത്, പാർലമെൻ്ററി വ്യവസ്ഥയിൽ കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ വിഭാഗവും തമ്മിൽ അടുത്ത ബന്ധം പുലർത്തുന്നു. എന്നാൽ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ സഭയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. അടുത്തത്, പാർലമെൻ്ററി വ്യവസ്ഥയിൽ പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലം പിരിച്ചുവിടാൻ രാഷ്ട്രത്തലവനോട് പ്രധാനമന്ത്രിക്ക് ഉപദേശിക്കാം. പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പാർലമെൻറ്റ് പിരിച്ചുവിടാൻ പ്രസിഡൻറ്റിന് അധികാരമില്ല. ആറാമത്തത്, പാർലമെൻ്ററി വ്യവസ്ഥയിൽ രാഷ്ട്രത്തലവന് മന്ത്രിമാരുടെ തെരഞ്ഞെടുപ്പിൽ സ്വാതന്ത്ര്യമില്ല. പ്രധാനമന്ത്രിയുടെ ഉപദേശമനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. എന്നാൽ പ്രസിഡൻഷ്യൽ വ്യവസ്ഥയിൽ സ്വന്തം സെക്രട്ടറിയെ നിയമിക്കുന്നതിന് പ്രസിഡൻറ്റിന് പൂർണ്ണമായ അധികാരമുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വ്യക്തികളെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കാം. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പാർലമെൻ്ററി ആൻഡ് പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ്. ബോത്ത് ദി പാർലമെൻ്ററി ആൻഡ് പ്രസിഡൻഷ്യൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഹാവ് their own features. In several respects these forms differ from each other. Following are the main differences. In a parliamentary system, the head of the state is a nominal executive. He does not exercise any real power. But in presidential system, the president is the head of the state and the real executive. He vested the real powers. Second difference, in executive in parliamentary system, the executive is responsible to the legislature. It is the legislature which decides the tenure of the executive. In a presidential system, the president is elected for a fixed term and he is independent of the legislature as far as his term of office is concerned. And third, ministers are collectively responsible to the legislature in parliamentary system. But in presidential system, ministers are subordinate to the president. Next one, in parliamentary system, executive and legislature are closely related. But in presidential system, executive is separated from the legislature. Next one, in a parliamentary system, the Prime Minister can advise the head of the state to dissolve the lower house of the parliament. But in presidential system, President cannot dissolve the parliament. Last one, the head of the state has no free choice in the selection of ministers in parliamentary system. He acts according to the advice of the Prime Minister. But in presidential system, the President has a free hand in the appointment of his secretaries or ministers. Today we discussed what is executive, then what are the different types of executive system, finally the differences between parliamentary and presidential system. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിവിധതരം എക്സിക്യൂട്ടീവ് സിസ്റ്റങ്ങൾ ഏതൊക്കെയാണ്, പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവും പാർലമെൻ്ററി എക്സിക്യൂട്ടീവും തമ്മിലുള്ള ബന്ധം എന്തൊക്കെയാണ്. ഇനി ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതേണ്ടതുണ്ട്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് എൻ എക്സിക്യൂട്ടീവ്? ഒരു എക്സിക്യൂട്ടീവ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? രണ്ടാമത്തേത്, റൈറ്റ് ദി ഫീച്ചേഴ്സ് ഓഫ് പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്. പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് എഴുതുക. അടുത്തത്,
റൈറ്റ് ദി ഫീച്ചേഴ്സ് ഓഫ് പാർലമെൻ്ററി എക്സിക്യൂട്ടീവ്. പാർലമെൻ്ററി സമ്പ്രദായത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് എഴുതുക. നാലാമത്തേത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റം. അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് എഴുതുക. ആൻസർ എഴുതുമ്പോൾ അത് ഏതൊക്കെ രാജ്യത്താണ് ആ സിസ്റ്റം ഉള്ളത് എന്ന് കൂടി എഴുതുക. അവസാനത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പാർലമെൻ്ററി ആൻഡ് പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ്. പാർലമെൻ്ററി സമ്പ്രദായവും പ്രസിഡൻഷ്യൽ സമ്പ്രദായവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന ആ പട്ടികയും നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.